നിരന്തരമായി ഉപവസിച്ചിട്ടും മറുപടി ലഭിക്കാതെ അനേക വിഷയങ്ങളും പേറി നിങ്ങൾ ഭാരത്തോടെ, പ്രയാസത്തോടെ, ഞെരുക്കത്തോടെ ആയിരിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്ക്, ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഉപവാസം എന്ന് പറഞ്ഞാൽ വായ മൂടുക എന്ന. ഒന്നാമതായിട്ട് ഭക്ഷണം കഴിക്കാതെ വായ മൂടുക, രണ്ടാമതായി സംസാരിക്കാതെ വായ മൂടുക. ഉപവസിക്കുന്ന വിഷയത്തിനുമേൽ നമ്മുടെ സംസാരം വേണ്ട, നമ്മുടെ ചിന്തകൾ വേണ്ട, നമ്മുടെ താല്പര്യങ്ങൾ വേണ്ട. നമ്മൾ ആരോടാണോ ഉപവസിക്കുന്നത് ആ ആളിന്റെ കയ്യിൽ ആ വിഷയത്തെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം കാത്തിരിക്കുക. തക്ക സമയത്ത് ദൈവം ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കും. ഒരിക്കലും നമുക്ക് പറഞ്ഞ് സംസാരിച്ച് അല്ലെങ്കിൽ ഇടപെട്ട് ശരിയാക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമായാണ് നമ്മൾ പലപ്പോഴും ഉപവസിക്കുവാനിരിക്കുന്നത്. പിന്നെ ഉപവസിക്കുമ്പോൾ എന്തിനാ ആ വിഷയത്തിന്മേൽ നമ്മൾ അഭിപ്രായം പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ മാറ്റത്തിന് വേണ്ടി നമ്മൾ പിന്നെ എന്തിനാ പ്രവർത്തിക്കുന്നത്? വേണ്ട. പ്രിയ ദൈവജനമേ, നമ്മൾ ഏൽപ്പിക്കുന്ന കർത്താവ്, നമ്മൾ ആരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഉപവസിക്കുന്നുവോ ആ കർത്താവ് നിശ്ചയമായും ആ വിഷയത്തിന് മറുപടി നൽകി തരും. നിങ്ങൾ വായ മൂടിയിട്ട് നിങ്ങൾ ആ വിഷയം ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുക. ദൈവം പ്രവർത്തിക്കും.